ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, കോഴി വളർത്തൽ മേഖലയിലുള്ളവരും അല്ലാത്തവരും ഒക്കെ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരിക്കും പച്ച കളറിൽ ഉണ്ണികളുള്ള മുട്ട, പച്ചമുട്ട. കുറെ ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളൊന്നും പറയാത്തത്, നിങ്ങൾ അതിനെക്കുറിച്ച് വീഡിയോ ഒന്നും ചെയ്യാത്തത് എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതില് എനിക്ക് എന്താണ് സംഭവം എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. അപ്പൊ അറിഞ്ഞാൽ മാത്രമല്ലേ എനിക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കാൻ പറ്റുള്ളൂ. ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഞാൻ കുറെ ലേഖനങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളും ലേഖനങ്ങളൊക്കെ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാല്, തീറ്റയിൽ വന്നിട്ടുള്ള വ്യതിയാനം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പല വിദഗ്ധരും ഇപ്പോ മണ്ണുത്തി സർവകലാശാലയിൽ നിന്ന് ഡോക്ടർമാരെത്തി അവരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, തീറ്റയിൽ വന്നിട്ടുള്ള വ്യതിയാനം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതായത് വേറൊരു ലേഖനത്തിൽ വായിച്ചാണ്ടോ, ഇതൊക്കെ ആധികാരികമാണോ എന്നൊന്നും എനിക്കറിയില്ല, വേറൊരു ലേഖനത്തിൽ വായിച്ചതാണ്. അതായത് പരുത്തിക്കുരു ഉണ്ടല്ലോ, നമ്മുടെ പശുവിനെ കൊടുക്കുന്ന പരുത്തിക്കുരുവും അതുപോലെ ഗ്രീൻ പീസ് പോലെയുള്ള തീറ്റകള് ഇതിൽ കൂടുതലായിട്ട് കോഴികൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ അത് ചെലുത്തുന്ന സ്വാധീനം കൊണ്ടാണ് ഇങ്ങനെ പച്ച കളറിലുള്ള ഉണ്ണികളുള്ള മുട്ട ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഒരു ലേഖനത്തിൽ വായിക്കാൻ കഴിഞ്ഞത്. മറ്റൊരു ലേഖനത്തിൽ വായിക്കാൻ കഴിഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാല്, അതൊരു ലേഖനമല്ല കേട്ടോ, ഒരു ചെറിയൊരു പോസ്റ്റാണ്. ഫേസ്ബുക്കില് ആരോ ഒന്ന് പോസ്റ്റ് ചെയ്തതാണ്. അതായത് അത് വളരെ രസകരമായിട്ട് തോന്നി. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല, അങ്ങനെ ഒരിക്കലും അത് സംഭവിക്കാൻ സാധ്യതയില്ല. അത് എന്താണെന്ന് വെച്ചാല്, ഒരു പെയിന്റർക്ക് അറിയാം പച്ച നിറങ്ങൾ കിട്ടുന്നത് ഏതൊക്കെ കളറുകൾ ചേർന്നാലാണ് എന്നുള്ളത്. അതായത് നീലയും മഞ്ഞയും കളർ ചേർന്നാൽ പച്ച കളറ് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കി നീല കളറ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുകയും ഇനി വേണമെങ്കിൽ അംഗീകൃതമായിട്ടുള്ള ഫുഡ് കളറുകൾ തീറ്റയിൽ ചേർത്തിട്ടും അങ്ങനെ വരുത്തിയതാവാം എന്നാണ് പുള്ളിയുടെ നിരീക്ഷണം. പക്ഷെ അത് എനിക്ക് അത്ര ഇതായിട്ട് തോന്നുന്നില്ല. ഫുഡ് കളർ ഇങ്ങനെ നിരന്തരം കൊടുത്തു കഴിഞ്ഞാൽ മുട്ടയ്ക്ക് കളർ വ്യത്യാസം വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്താണ് എന്നുള്ളത് അറിയില്ല. പലരും ഇത് ചോദിക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടു എന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ വിശദമായിട്ട് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം. പിന്നെ ഈ മുട്ട എവിടെയാണ് ഉള്ളത്, ആ ആളെ കുറിച്ചോ ആളുടെ കോണ്ടാക്ട് നമ്പറോ എന്തെങ്കിലും ലഭ്യമാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യണം. അപ്പൊ പുള്ളിയെ വിളിച്ച് നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ. അപ്പൊ അറിയുന്ന ആളുകൾ താഴെ ഒന്ന് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഒന്ന് കമന്റ് ചെയ്താൽ നന്നായിരുന്നു. ഓക്കെ.